ജോർജ് സോറോസുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ അടിത്തറ പാർലമെന്റിൽ ഇറക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങിയ കോൺഗ്രസ് ഇപ്പോൾ പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ജോർജ് സോറോസുമായി സോണിയാഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്നുള്ള ആരോപണങ്ങൾ എന്നുള്ള രീതിയിലുള്ള വലിയ ആവശ്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെ BJP പാർലമെന്റിൽ ഉയർത്തുകയുണ്ടായി. അതേസമയം ഇത് BJPക്കെതിരെ തന്നെ തിരിച്ചുവിടുകയാണ് കോൺഗ്രസ് ചെയ്തത്. കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള പവൻ ഖേര ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെ തിരിച്ചുവിട്ടിരിക്കുന്നു. മോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലുള്ള ഷാമിക് രവി എന്ന് പറയുന്ന ഉപദേഷ്ടാവ് അവർ ജോർജ് സോറോസിൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കുന്നു. ജോർജ് സോറോസ് പിന്തുണയുള്ള ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ അവർ ജോലി ചെയ്തിട്ടുണ്ട്. ആ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന് ജോർജ് സോറോസിന്റെ ഫണ്ട് വന്നിട്ടുണ്ടെന്നും മോദിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ ഷാമിക് രവി ഇത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുമാണ് പവൻ രേഖ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇതിന് ശക്തമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷാമിക് രവി. ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ 2006-07 കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു ഞാൻ എന്നാണ് ഷാമിക പറയുന്നത്. ഗവേഷണത്തിനും അധ്യാപനത്തിനും ₹1 പോലും ഒരാൾക്ക് പോലും പൈസ നേരിട്ട് അവിടെ ലഭിക്കുന്നില്ല എന്നാണ് ഷാമിക് രവി പറയുന്നത്. ഇതോടുകൂടി പവൻ ഖേരയുടെ ആ വലിയ രീതിയിലുള്ള ആരോപണം പൊളിഞ്ഞടുങ്ങി പോയിരിക്കുകയാണ്. വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ്. ഗവേഷണത്തിനും അധ്യാപനത്തിനും തങ്ങൾക്ക് പൈസ ലഭിക്കുന്നില്ല, നേരിട്ട് ലഭിക്കുന്നില്ല. മോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതി EACPM എന്നുള്ള ആ എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഷാമിക് രവിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ EACPM-ൽ ചേരുന്നത്. ജോലി, രാഷ്ട്രീയം, തന്റെ പ്രധാനമന്ത്രി ഇവയെക്കുറിച്ച് തനിക്ക് അഭിമാനമുണ്ട് എന്നാണ് ഷാമിക് രവി പറയുന്നത്. സോറോസ് തനിക്കെതിരെ 2020-ൽ ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അത് രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് സോറോസ് നടത്തുന്നത്. അത് രാജ്യത്തിലെ പ്രധാന ഉപദേഷ്ടാക്കന്മാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും സോറോസ് കോൺഗ്രസ് വഴിയാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് സോറോസിന്റെ കയ്യിലെ ചട്ടുകമാകുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഷാമിക് രവിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. പോരാത്തതിന് കോൺഗ്രസ് പ്രവർത്തകൻ പവൻ ഖേരയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനുള്ള സമ്മർദ്ദവും ഷാമിക് രവിക്കെതിരെ ശക്തമായി വരികയാണ്. താങ്കൾ മാനനഷ്ട കേസ് കൊടുക്കണമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കോൺഗ്രസിന്റെ ഉന്നത അംഗങ്ങൾ സോറോസും അദ്ദേഹത്തിന്റെ പിന്തുണയുള്ള സ്ഥാപനങ്ങളുമായി ഒത്തുകളിക്കുകയാണ് എന്നാണ് BJP കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണത്തിൽ തീർത്തും വെട്ടിലായ കോൺഗ്രസ് ഇപ്പോൾ അത് BJPക്കെതിരെ തന്നെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ്. എന്നാൽ ആ ശ്രമത്തിന്റെ തുടക്കത്തിലെ തന്നെയുള്ള മുനയൊടിച്ചു വിട്ടിരിക്കുകയാണ് ഷാമിക് രവി. നേരത്തെയും അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറിനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ ജയശങ്കർ ഇതിന് നല്ല ചുട്ട മറുപടി കൊടുത്താണ് കോൺഗ്രസിന്റെ വായടപ്പിച്ചത്. അതേസമയം ഇങ്ങനെയൊക്കെയാണെങ്കിലും അതായത് സോറോസുമായുള്ള ആരോപണം BJPക്കെതിരെ വരുമ്പോൾ BJP അതിൽ ചുട്ട മറുപടി കൊടുക്കുമ്പോഴും കോൺഗ്രസിന് നേരെ വരുന്ന ആരോപണങ്ങൾക്ക് കോൺഗ്രസിന് മറുപടിയില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. വരുന്ന ദിവസങ്ങളിലും പാർലമെന്റിൽ സോറോസും കോൺഗ്രസുമായിട്ടുള്ള ഒത്തുകളിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ BJP ഉയർത്തുക തന്നെ ചെയ്യും. കോൺഗ്രസ് എന്ത് പറയുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.